പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നാടക നടൻ രമേശ് വർമ്മയാണ്. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ ഗൗരവതരമായി തിയേറ്ററിനെ സമീപിക്കുന്ന ഒരു നടൻ, നാടകപ്രവർത്തകൻ ഒക്കെയായ ശ്രീ രമേശ് വർമ്മയാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമുക്ക് ബാല്യത്തിൽ നിന്ന് തുടങ്ങാം സർ. കാരണം ഇന്ത്യ അല്ലെങ്കിൽ കേരളം ലോകത്തിന് നൽകിയ വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു തിയേറ്ററാണല്ലോ കഥകളി എന്ന് പറയുന്നത്. ആ കഥകളിയിലാണ് താങ്കൾ തുടങ്ങുന്നത്. കഥകളി പഠനം ഒരുപക്ഷെ ടീനേജ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ താങ്കൾ അരങ്ങേറി കഴിഞ്ഞിരുന്നു. അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ 7 വയസ്സിൽ അരങ്ങേറ്റം നടത്തി. പക്ഷേ കലാമണ്ഡലമാരി അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല, വീട്ടിൽ തന്നെ ആശാൻ വന്ന് പഠിപ്പിക്കലായിരുന്നു. അപ്പോൾ ഏതാണ്ടൊരു പ്രീ ഡിഗ്രി വരെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ അത്ര റെഗുലർ അല്ല. പിന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ടച്ച് വിടാണ്ടിരിക്കാനായിട്ട് കൊല്ലത്തിൽ 2-3 വേഷം കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷെ ആ ഒരു കാലം വളരെ ആക്റ്റീവായിട്ട് പ്രീ ഡിഗ്രി വരെ കഥകളിയിലുണ്ടായിരുന്നു. കഥകളി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമായിരുന്നോ കഥകളി അക്കാലത്ത് പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം? അവിടെ തൃപ്പൂണിത്തുറയിൽ അച്ഛനൊക്കെ അവിടെ കഥകളി ക്ലബിൻ്റെ സംഘാടകനായിരുന്നു. അത് തുടങ്ങണ സമയത്ത് കഥകളിയിൽ ഈ ക്ലബ്ബ് സംസ്കാരം വരുന്ന ഒരു, അതായത് അമ്പലക്കളികൾ മാത്രമല്ലാണ്ട് ട്രഡീഷണലായിട്ട് അതല്ലാണ്ട് സിറ്റിയിലൊക്കെ ക്ലബ്ബുകൾ വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് കുറച്ച് ആൾക്കാർ ഞങ്ങളെ മാതിരി കുട്ടികൾ പലരും കഥകളി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായതാണ് ആദ്യ ഗുരു. അത്തരത്തിലുള്ള കാര്യം ദാമോദര പിഷാരടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ആദ്യം. പിന്നെ ഫാക്ട് പത്മനാഭൻ, 2 പേരാണ്. വളരെ അധ്വാനം വേണ്ട ഒരു കാര്യമാണ്. കുട്ടി എന്നുള്ള നിലയിൽ അത് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആശാൻ വരുമ്പോൾ കളിക്കാൻ പോകാൻ പറ്റില്ല, അതൊരു വിഷമമാണ്. പക്ഷെ എന്നാലും ഈ ഇതിൻ്റെ വേഷം കെട്ടുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ധാരാളം കുട്ടിക്കാലമൊക്കെ ഇത് കാണുന്ന കാരണം ആ രംഗത്തേക്ക് ഒരു മോഹം ഉണ്ടായിരുന്നു. വളരെ അപക്വമായത് നമ്മളിപ്പോൾ ഈ കാണുന്ന 7 വയസ്സെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു വലിവുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ആദ്യം ആരെങ്കിലും അവതരിപ്പിച്ച വേഷം ഏതായിരുന്നു? ആദ്യം പുറപ്പാട്, സാറിന് തോടയം പുറപ്പാട്, അതാണ് അതിൻ്റെ ഒരു, പിന്നെയാണ് വേഷത്തിലേക്ക് വരിക. ആ വേദിയെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവങ്ങൾ? അന്ന് കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പൊക്കെയാണ് പാടാൻ. കൃഷ്ണൻകുട്ടിപ്പാള, ചെണ്ട, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഒന്നും മഹത്വമൊന്നും ഒന്നും അറിയില്ല. ഇപ്പം ഫോട്ടോയെ കാണുമ്പോഴാണ് അയ്യോ ഇവരുടെ കൂടെയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് സൂചിപ്പിച്ചു, പ്രീ ഡിഗ്രി കഴിഞ്ഞ് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വന്ന കാര്യം. ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് വരുന്നത്. സ്കൂൾ ഓഫ് ഡ്രാമ തിയേറ്റർ ഒരു മേഖലയായിട്ട് എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി പ്രീ ഡിഗ്രി ആ സമയത്ത് ഞാൻ മഹാരാജാസിന്ന് ഡ്രാമ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് കൊമേഡിയനായിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ യൂത്ത് ഫെസ്റ്റിവലുകളൊക്കെ ആയിട്ട് ഈ സർവകലാശാല പ്രതിഭ അങ്ങനത്തെ ഒക്കെ പരിപാടി. അപ്പോൾ ആർട്ടാണ് നമ്മുടെ ഒരു മേഖല എന്നുള്ളത് തോന്നിയിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയർ ഡിഗ്രിയൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ ബ്രഹത്തിൻ്റെ ഗലീലിയോ വായിച്ചു. അതോടുകൂടിയാണ് എനിക്കിത് നാടകം പഠിക്കേണ്ട വിഷയമാണെന്നുള്ളത് മനസ്സിലായത്. ക്യാമ്പസിലൊക്കെ അന്ന് ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം, അതിൻ്റെ കൂടെ തന്നെ ബെർത്തോൾട്ട് ബ്രഹത്ത്, അദ്ദേഹത്തിൻ്റെ ഗലീലിയോ വായിക്കാൻ പറ്റി. അതിൻ്റെ തുടർച്ചയായിട്ട് അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു കടമേട്ട വെയിറ്റിംഗ് ഫോർ ഗോദോ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നാടകത്തിൻ്റെ ഒരു പുതിയ ഭാവുകത്വം എന്നിലേക്ക് എത്തിയ സമയമായിരുന്നു. അപ്പം മറ്റേത് അത് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പഠിക്കേണ്ട വിഷയമാണെന്നുള്ളത് അറിയണ്ടായിരുന്നില്ല, പഠിപ്പിക്കാനുള്ള സ്ഥാപനങ്ങളുണ്ടെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്ന പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നുള്ളതായിരുന്നു. പിന്നെ പല കാരണങ്ങളുണ്ട്. പ്രശ്നമൊക്കെ ഉള്ള സമയമായിരുന്നു, വീട്ടിൽ നിന്ന് വിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തി, അങ്ങനെ തുടങ്ങിയത്. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആ ഒരു പഠനമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഡ്രാമയിൽ തന്നെ നിൽക്കണം എന്നൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ടല്ലോ. പ്രത്യേകിച്ച് ആ സമയത്ത് സിനിമയ്ക്ക് കൂടുതൽ ആൾക്കാർ കൂടുകയും ഡ്രാമ എന്ന് പറയുന്നത് കുറച്ചുകൂടി അക്കാഡമിക്കലി
നിൽക്കുകയും ചെയ്യുന്നൊരു സമയത്തായിരുന്നല്ലോ അത് സംഭവിക്കുന്നത്. അതെ, ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരുമ്പോൾ തന്നെ ഡ്രാമയാണ് എൻ്റെ വഴി എന്നുള്ളത് തീരുമാനിച്ചിരുന്നു. പിന്നെ സിനിമയിൽ എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു കൺഫ്യൂഷനോ കാര്യത്തിലുണ്ടായിട്ടില്ല. പിന്നെ വളരെ കഴിഞ്ഞിട്ടാണ് സിനിമയിൽ അഭിനയിക്കലൊക്കെ ഉണ്ടായത്. അപ്പോഴും ഞാൻ ഒരു സീരിയസ് ആയിട്ടൊന്നുമല്ല അഭിനയിച്ച സീരിയസ് ആയിട്ടല്ല എന്നല്ല, ആ ഫീൽഡിനെ ഞാൻ അതിങ്ങനെ നമ്മുടെ ഒരു ഇതായിട്ട് കണ്ടിട്ടില്ല. ഇതൊരു പാട്ട് പരിപാടിയാണ്, സിനിമയ്ക്ക് അങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊന്നും എടുക്കാത്ത ആളാണെങ്കിൽ നമ്മളിതൊരു സിനിമാ പാട്ട് പരിപാടി ആയതുകൊണ്ട് ഈ സിനിമാ പാട്ടുകൾ ചോദിക്കുക എന്ന് പറയുന്നൊരു കുറ്റകരമായ ഉദ്യമം എനിക്കുണ്ട്. അപ്പോൾ നമുക്കൊരു പാട്ട് വെച്ചാലേ ഈ പരിപാടി മുന്നോട്ട് പോകുള്ളൂ. ഏത് പാട്ടായിരിക്കും ഒരു ഇഷ്ടഗാനമായി ചോദിച്ചാൽ പറയുക? ടി.ഡി. ദാസൻ 6Bയിൽ ശ്രീവത്സൻ സംവിധാനം ചെയ്തിട്ടുള്ള താരാട്ട് കല്യാണി മേനോൻ പാടിയ കണ്ണനാമുണ്ണി എന്നുള്ള പാട്ട്. കണ്ണനാമുണ്ണി എന്നുള്ള സിനിമ ഒരിക്കലും താങ്കളെ മോഹിപ്പിച്ചിട്ടില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരിക്കൽ താങ്കൾ ഫേസ്ബുക്കിൽ കുറിച്ചു മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് സിനിമ എന്ന് വരെ എഴുതുകയുണ്ടായി. സിനിമയുടെ ഒരു സ്വാധീനം അല്ലേ അത് കാണിക്കുന്നത്? എങ്കിലും സിനിമയോട് ഒരു അടുപ്പക്കുറവ് അല്ല, സിനിമ വളരെ ക്രിയേറ്റീവായിട്ട് അങ്ങനെയുള്ളൊരു ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പലതിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ സിനിമയോടുള്ള അല്ലെങ്കിൽ സിനിമ ആ ഒരു അവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ ഉത്തരം പറയണം. ആൾക്കാർ മുഴുവനും അതിൻ്റെ പിന്നാലെ. അത്തരം ഒരു അതിഭ്രമത്തിനോടെ എനിക്ക് എതിർപ്പുള്ളൂ, സിനിമയോടല്ല എതിർപ്പ്. അതുണ്ടാക്കണ ഒരു തരം, അല്ലെങ്കിൽ അത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെ ആയിട്ട് ഇതില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് വരുന്നതിനോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നല്ല സിനിമയുടെ എത്ര വന്നിരിക്കണം, നല്ല സിനിമാ പ്രവർത്തകരുണ്ട്, അതൊക്കെ ഉണ്ട്. താങ്കൾ ചെയ്തിട്ടുള്ള വളരെ കുറച്ച് സിനിമകളെ ഉള്ളതെങ്കിൽ അതിലേക്ക് വരാം. അതിനു മുന്നേ കൂട്ടുവേഷങ്ങൾ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാം, മ്യൂസിക് വീഡിയോ എന്ന് പറയാം ചെയ്തിട്ടുണ്ട്. ഈ കഥകളി ലൈഫ് ലോങ് പിന്തുടരുന്നത് കൊണ്ട് കൂടിയാണോ അത് സംഭവിക്കുന്നത്? അതെൻ്റെ സുഹൃത്ത് സജിത്ത് പള്ളിപ്പുറാണ് എൻ്റെ പ്രൊഡ്യൂസർ. അയാൾ തന്നെയാണ് അത് പാടിയേക്കണേ. അപ്പം അതിൻ്റെ ഒരു ചർച്ച ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചില സാധനം പറഞ്ഞു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല സിനിമ ചെയ്യാനായിട്ട്. പക്ഷെ സജിത്ത് ആ ആശയം കേട്ടപ്പോൾ നിർബന്ധിക്കുകയും പിന്നെ ലൊക്കേഷനിൽ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംഗതികൾ വ്യക്തമായിട്ട് വരികയും, അങ്ങനെ ഒരു യാദൃച്ഛികത ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഏതായാലും അത് നല്ലോണം എൻജോയ് ചെയ്തു വർക്ക്. തീർച്ചയായും ഒരു വലിയ കലാകാരനുള്ളൊരു ട്രിബ്യൂട്ടും കൂടിയാണ് ആ സിനിമ. ഒന്ന് വിശദീകരിക്കാമോ? ആ സമയത്ത് മടവൂർ വാസുദേവൻ നായരുടെ മരണം കഴിഞ്ഞിട്ട് 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അരങ്ങത്ത് വെച്ച് മരിക്കുക. അതിനു മുമ്പ് ഗീതാനന്ദൻ എന്ന് പറഞ്ഞിട്ട് ഓട്ടംതുള്ളലിലെ ആശാൻ മരിച്ചു. പിന്നീട് തൃപ്പൂണിത്തുറ ഹരിദാസ് അരങ്ങത്ത് വെച്ച് മരിച്ചില്ല, പക്ഷെ വേഷം കഴിയണ സമയത്ത് അങ്ങനെ ഉണ്ടായി. അപ്പോൾ പലപ്പോഴും കലാകാരന്മാരുടെ ഒരു മോഹം തന്നെ അങ്ങനെയായിട്ട് മാറി, അരങ്ങത്ത് വെച്ച് മരിക്കുക. വേറെ പ്രാരാബ്ദമൊന്നുമില്ല, അതൊരു അങ്ങനെ ഒരു മോഹം പോലും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഘട്ടമായിരുന്നു അത്. അപ്പോൾ എന്തോ പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു ശൂന്യതയുണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇത് വന്നപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് ഡെവലപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. അത് യൂട്യൂബിലാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടി ഒരു വലിയ സ്ക്രീനിൽ കണ്ടിരുന്നെങ്കിലെന്ന് നമ്മളെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണമൊക്കെ ഉൾക്കൊള്ളുന്ന വളരെയധികം സോളുള്ള ഒരു പ്രൊഡക്ഷനായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെ കാര്യമായി എടുത്തിരുന്നു? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് മ്യൂസിക് റെക്കോർഡ് ചെയ്തിരുന്നു ആദ്യം തന്നെ. പിന്നെ ഈ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കി വച്ചിരുന്നു. ഞാനത് സംവിധാനം ചെയ്യാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് പക്ഷേ സജിത്തിൻ്റെ വളരെ നിർബന്ധമായിരുന്നു ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്കാണെങ്കിൽ വേറൊരാളുടെ പൈസയും ഇത്രയൊക്കെ ഇൻവോൾവ് അല്ലേ, ഏതാണ്ട് എത്രയോ പൈസയൊക്കെ അതിന് ചിലവായിട്ടുണ്ട്. അപ്പോൾ നമ്മളറിയാത്തതിന് വേണ്ടി അങ്ങനെയൊക്കെ എനിക്കൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ നിർബന്ധിച്ച്. പിന്നെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റിൽ ക്യാമറ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കെന്തോ അതിൻ്റെ ഒരു വഴിയൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ വ്യക്തതയോടുകൂടി തന്നെ ചെയ്യാൻ പറ്റിയത്. വളരെ കാവ്യാത്മകമായ വിഷ്വൽസുള്ള ഒരു പ്രൊഡക്ഷനും കൂടിയാണ് അത്. നമുക്ക് ഇനി സിനിമയിലേക്ക് വരാം. ബിഗ് ബി എന്ന സിനിമയിൽ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു വേഷം ചെയ്ത ആളാണ്. പക്ഷേ അപ്പോഴും പുതിയ വേഷങ്ങൾ താങ്കൾ തേടി പോകാത്തതാണോ അല്ല താങ്കളെ തേടി വരാത്തതാണോ? 1-2 പേര് ചോദിച്ചിട്ടുണ്ട്, ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലും നാടകത്തിൻ്റെ വർക്കിലായിരിക്കും. അപ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ അതിന് പോവാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്തു, കുറച്ച് സിനിമകൾ ചെയ്തു. അൻവർ റഷീദിൻ്റെ ഉസ്താദ് തൊട്ടുള്ളൊരു ചെറിയ റോളാണ് അത്. അൻവർ അമല് കാരണവരായിട്ട്. അതെ,
അവർ രണ്ടുപേരായിട്ട് പരിചയം അടുപ്പമൊക്കെ ഉണ്ട്, അൻവർ റഷീദും അമലും ഒക്കെ ആയിട്ട്. പിന്നെ ശ്യാം പ്രസാദിൻ്റെ ഒരു സിനിമയിൽ ചെയ്തു, ജയഗീത. അങ്ങനെ അതൊന്നും അങ്ങനെ ഒരു കമേഴ്ഷ്യൽ ഇതുള്ള സിനിമകളല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സിനിമ ഞാൻ അഭിനയിച്ച അബ്രഹാം യാക്കോബിൻ്റെ 137 ഓഡീഷനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരും ഞാൻ ആ സിനിമയിലേക്ക് വരാം. അതിന് മുന്നേ ഈ ബിഗ് ബിയിലേക്ക് വളരെ സൗമ്യനായ മുഖമുള്ള, പക്ഷേ ആ നഗരത്തിലെ മുഴുവൻ ക്രൈംസും ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു വില്ലനായിട്ടാണ് താങ്കൾ വരുന്നത്. ഈ സൗമ്യമായിട്ടുള്ള എപ്പോഴും ചിരിയുള്ളൊരു മുഖം ആണോ അമൽ നീരദിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കാവാലം പറഞ്ഞു, ഈ സാത്വികമായിട്ടുള്ള മുഖം വേണം അവർക്ക് വില്ലനാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശയായിട്ട് ഇങ്ങനെ പറയലുണ്ട്. കണ്ടിട്ടാണോ എന്നറിയില്ല, ഇങ്ങനെ പറയലുണ്ടായിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു വിളി വരുമ്പോൾ അതിനുള്ളൊരു ആദ്യ പ്രതികരണം എന്തായിരുന്നു? ആദ്യം അമല് വന്ന് വീട്ടിലൊന്ന് കഥ പറയാമെന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു. പക്ഷെ എനിക്ക് കഥയിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ചിലതുണ്ടായിരുന്നു. ആക്ച്വലി എനിക്കത് എങ്ങനെ പറയാമെന്നും അറിയില്ല, എങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാമെന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അമല് പറഞ്ഞത് അങ്ങനെയാണ് വെച്ചാൽ ആദ്യം കറുത്ത ഷർട്ടിൽ വരും, പിന്നെ വെളുത്ത ഷർട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറച്ചിലായിരുന്നു. അപ്പം എനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ അമല് പറഞ്ഞു. എനിക്ക് കഥയുടെ ലൈൻ അങ്ങനെയൊന്നും അറിയണമെന്ന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല, അതിലൊന്നും ആകാംക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു കോൺഫിഡൻസായി. പിന്നെ എന്നെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസാണ്. നമ്മൾ അറിയണ ആൾക്കാരാകുമ്പോൾ ഉള്ളൊരു സ്വാതന്ത്ര്യം. അതെ, അങ്ങനെ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെയ്തു. നമുക്ക് ആ സിനിമയിലെ ഒരു പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. നമ്മൾ ഈ പാട്ടിന് മുന്നേ താങ്കൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞ ഒരു സിനിമയിലെ വേഷത്തെക്കുറിച്ച്, അത് ഇബ്രാഹിം യാക്കോബിൻ്റെ 137 ഓഡീഷൻ. അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, അത് ആ സിനിമയിലേക്ക് എത്തിയതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. അത് അനൂപ് നാരായണൻ എന്ന് പറഞ്ഞൊരു ആളാണ് ഡയറക്റ്റ് ചെയ്തേക്കണം. ആദ്യമായിട്ട് ഫീച്ചർ ഫിലിം ചെയ്യാണ് ആള്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു ഇതിൽ ക്യാമറയിൽ കണ്ടിട്ടാണ് ആള് എന്നെ കോണ്ടാക്ട് ചെയ്യണത്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആരൊക്കെ ആയിട്ട് പരിചയം ഉണ്ടായിരുന്നു, കിരണൊക്കെ ആയിട്ട്. അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ കഥ, ഈ തീം പറഞ്ഞപ്പോൾ, അതായത് ഇയാൾ കുറേ ഓഡീഷൻസിന് പോകുന്നു, ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മോഹം തോന്നി അഭിനയിക്കാൻ. അത്രയും മോഹിച്ച് ചെയ്ത സാധനമാണ് അത്. നല്ലോണം എൻജോയ് ചെയ്തു. പല ക്യാരക്ടേഴ്സായിട്ട് ഈ ഓഡീഷന് വരികയാണ്. അവസാനം ചെയ്യുന്നത് ഈ പട്ടിണിയിൽ അടിച്ച് കൊല്ലപ്പെട്ട ഒരു ആദിവാസി യുവാവിൻ്റെ അന്നത്തെ പല വാർത്തകളിൽ നിന്ന് എടുത്തൊരിതാണ്. അപ്പോൾ അതിൽ കാസ്റ്റ് ചെയ്യും ഇയാളെ. പക്ഷെ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവണം, ഇത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാനൊന്നുമല്ല, ഈ പലതരത്തിലുള്ള മനുഷ്യരിലൂടെ കടന്നു പോകാനായിട്ടാണ് ഞാൻ ഈ ഓഡീഷനൊക്കെ നടന്നിരുന്നത്. അതുകൊണ്ട് സിനിമയിലേക്കില്ല എന്നയാൾ വയ്ക്കുകയാണ്. പക്ഷെ പിന്നെ ഓഡീഷന് പോകാനും പറ്റില്ല. പക്ഷേ ഇയാൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ കണ്ടയാളൊരു ഇതായിട്ട് പോകുന്നൊരു കഥയാണത്. ഞാൻ വളരെ മോഹിച്ചിരുന്ന ചെയ്തതാണ്. അതും ആ സിനിമയും യൂട്യൂബിലാണുള്ളത്, വേറെ റിലീസൊന്നും ഉണ്ടായില്ല. അതെ, നമ്മൾ സിനിമയാണ് ഇപ്പം നമ്മൾ സംസാരിച്ചെങ്കിലും നാടകമാണ് താങ്കളുടെ ലോകം. മാത്രമല്ല ബ്രത്ത് ഒരുപാട് സ്വാധീനിച്ചതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്രത്തിനെക്കുറിച്ച്, ഗലീലയെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ മറ്റു നാടകങ്ങൾ ഒക്കെ. ആ ഒരു സ്വാധീനത്തെക്കുറിച്ചൊന്ന് പറയാം. ആ ബ്രത്ത് വലിയ സ്വാധീനം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിയും, അത് എങ്ങനെയാണ് നാടകവുമായിട്ടും അഭിനയവുമായിട്ടും ഒക്കെ ഇതിൻ്റെ ബന്ധം, അങ്ങനെ ബന്ധമുണ്ട് എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ധാരണയായിരുന്നു അന്ന്. അഭിനയം എന്ന് പറഞ്ഞാൽ അത് ഫിലോസഫിക്കലാണ്, ഐഡിയോളജി ഇതിനുള്ളതാണ്, അത് പൊളിറ്റിക്കലുമാണ്. അങ്ങനെ വരുന്ന ഒരു നാടകത്തിൻ്റെ ആ ഒരു സാധ്യത ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ബൃഹത്ത് തന്നെയാണ്. നാടകം വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ആൾക്കാർക്കെല്ലാം ഒരു സമയത്തെങ്കിലും വളരെ ഒരു പ്രതിസന്ധിയിൽ പോയി നിൽക്കുന്നൊരു അനുഭവം ഉണ്ടാകാറുണ്ട്. താങ്കൾക്ക് എങ്ങനെ എന്തെങ്കിലും? എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഈ അധ്യാപകനായത് കാരണം ആ ഒരു ഏരിയ മാറിക്കിട്ടി. പക്ഷെ പിന്നെ ടീച്ചിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഡയറക്ഷൻ്റെ അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻസിൻ്റെ ഇത് എണ്ണം കുറഞ്ഞു. അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്നെ സംബന്ധിച്ചുള്ള നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അതൊരു പ്ലേ ആണ്, ഒരു വർക്ക് ചെയ്യുന്ന മാതിരി തന്നെയാണ്. സ്റ്റുഡൻസിനെ വർക്ക് ചെയ്യണം, ആക്ടേഴ്സിനെ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻസ് ചെയ്യാണ്ടായിപ്പോയി എന്നുള്ളൊരവസ്ഥ, ആ ഒരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. അതുവരെ റെഗുലറായിട്ട് ചെയ്തിരുന്ന ഇതിന് ആ രീതിക്ക് മാറ്റം വന്നത് എനിക്ക് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കാം.
അങ്ങനെ ചെയ്തവരുണ്ട്, നല്ലോണം രണ്ടും കൂടി കൊണ്ടുപോയവരുണ്ട്. പക്ഷെ എനിക്കത് സാധിച്ചില്ല എന്നുള്ളൊരു. പിന്നെ ഞാൻ ചെയ്തതെല്ലാം ഒരു 5 നാടകങ്ങൾ കർണാടകയിലാണ് ചെയ്തത്, കന്നഡയിൽ ചെയ്തു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഓർഗനൈസേഷൻ്റെ ഒരു പ്രശ്നമില്ല. അവർ ഭയങ്കര ഓർഗനൈസേഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ സുഖമായിട്ട് ചെയ്യാം. അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കും അവിടെ ചെയ്തു. സ്ഥിരം നാടകവേദിയിൽ വർഷങ്ങളോളം താങ്കളുടെ നാടകം കളിച്ചിട്ടുണ്ട്. അത് രംഗായന പറഞ്ഞിട്ട് മൈസൂർ, അത് ശരിക്കും ഗവൺമെൻറ്റിൻ്റെ തന്നെ റെപ്പറട്ടറിയാണ്. അവർ BV കാരന്തിൻ്റെ ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്ലേ ചെയ്തത് 18 കൊല്ലം ഒരു തിയേറ്ററിൽ അടുപ്പിച്ചല്ല, അവരുടെ പല നാടകങ്ങളുണ്ട്, അതിങ്ങനെ മാറി മാറി വരും. ഏതായാലും അവർ ആക്ടേഴ്സൊക്കെ റിട്ടയർ പോകുന്നത് വരെ അത് ചെയ്തവർ. മയാസീതയായിരുന്നു എന്ന് തോന്നുന്നു. മയാസിത പ്രസംഗ എന്നാണ് എൻ്റെ. പിന്നെ ഒരു 10 വർഷം മുന്നേ തന്നെ നാടകം ഒരു കളക്റ്റീവ് എഫേർട്ട് എന്നതിൽ നിന്ന് മാറി ഒരു സോളോ പെർഫോമൻസിലേക്ക് പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? സോളോ പെർഫോമൻസ് ഒരു നല്ല സാധ്യത തന്നെയാണത്. കാരണം അത് പലർക്കും അവരവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും കുറേ സമകാലീനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കുറച്ചുകൂടി ഒരു വഴക്കുള്ളൊരു സംഗതി തന്നെയാണത്. എനിക്ക് നല്ല അഭിപ്രായമാണ് സോളോസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെയേറെ വർക്ക് ചെയ്യുന്നുണ്ട്. നാടകം ഗൗരവമായിട്ട് പഠിപ്പിക്കുന്ന കൂട്ടങ്ങൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഭാവി എന്താണെന്ന് താങ്കൾ വിചാരിക്കുന്നത്? ആക്ച്വലി ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് അവിടെ ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ കേരളത്തിൽ ധാരാളം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം പല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും അവരുടെ ശരീരവും മനസ്സും ഒക്കെ ഉപയോഗിച്ച് പലപ്പോഴും അവരുടെ ജോലി തിരക്ക് കൊണ്ട് അതിൻ്റെ ഡെക്കോറംസ് കൊണ്ടുമൊക്കെ അങ്ങനെ ആൾക്കാർക്ക് ഒച്ചയെടുക്കാനും വയ്യ. അങ്ങനെയൊക്കെയുള്ള അവർക്കൊരു വലിയ തുറസാണ് ഇത്തരം ക്യാമ്പുകൾ. അപ്പോൾ അത് ഒരു നാടൻ പ്രൊഡക്ഷൻ ഉണ്ടാവുക എന്നുള്ളതിനേക്കാട്ടിലും ആ ക്യാമ്പുകൾക്ക് തന്നെ ഒരുപാട് ധർമ്മമുണ്ട്. കുറേ ആൾക്കാർക്കൊരു ലെറ്റ് ഔട്ട് ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള സംഗതികളാണ്. ഒരിക്കൽ ഒരു നാടക മത്സരം ജഡ്ജ് ചെയ്യാൻ പോയിട്ട് അവരെ കൊണ്ട് ഒരു പ്രൊഡക്ഷൻ ചെയ്യിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട്, അതൊന്ന് പറയാമോ? അത് ഞാൻ RLV കോളേജിലാണ് ഇരുവട്ടമണവാട്ടി എന്ന് പറഞ്ഞ പ്ലേ ചെയ്തത്. കാരണം അവർ ഫൈൻ ആർട്സ് സ്റ്റുഡൻസ് ആണ്. ഡാൻസ്, പെയിൻറ്റിങ്, മ്യൂസിക്, കഥകളിയൊക്കെ തിയേറ്ററില്ല അവിടെ. അപ്പോൾ അവിടെ അവരുടെ യൂണിയൻ ഒരു മത്സരം നടത്തിയതാണ്, നാടക മത്സരം നടത്തിയതാണ്. അപ്പോൾ അവർ വെറുതെ ചുമ്മാ തമാശ കാണിച്ചു, മര്യാദയ്ക്കൊന്നും അല്ലാണ്ട് ചെയ്തു. അപ്പോൾ ഞാൻ എന്താണ് ഇവർ ചെയ്യാന്ന് അറിയാനൊരു ആകാംക്ഷയും കൂടി ഉണ്ടായിട്ട് പോയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു സമ്മാനം കൊടുക്കലും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പക്ഷേ യൂണിയൻ ഒരു പ്രശ്നമാണ്. അവർ നടത്തി 2-3 പേരെ എൻട്രി ചെയ്തു. അപ്പോൾ അവർക്ക് ഉത്തരം പറയണ്ടേ. അവസാനം അന്നത്തെ യൂണിയൻ ചെയർമാൻ ഉണ്ട്, സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് പറഞ്ഞു ഓക്കെ ഞങ്ങളത് പറയാം, പക്ഷേ നിങ്ങളിവിടെ ഒരു നാടകം ചെയ്യണം. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നാടകം ചെയ്യാൻ ആരംഭിച്ചതാണ്. അത് ഭയങ്കര ഇത്രയും വിഷയങ്ങൾ പഠിക്കണ കോളേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടാലൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവസരമായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള ആക്ടേഴ്സും ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ആരും ഒന്നും അറിയാണ്ട് നടക്കുന്ന ആൾക്കാരാണ്. വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ജോഷി പോള്, പ്രമോദ്, ഉഷ, എല്ലാ ആക്ടേഴ്സായിരുന്നു എല്ലാവരും. അതിന് ഒരു നാടകം തിരഞ്ഞെടുക്കാൻ അത് മനസ്സിലുണ്ടായിരുന്നു? അത് മനസ്സിലുണ്ടായിരുന്നു. ഒരു ചൈനീസ് ഓപ്പറ, അത് ഞാൻ മധുരയിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളിവിടെ ചൈനീസ് ഓപ്പറ ആരും ചെയ്തിട്ടില്ല, ഇന്ത്യയിൽ തന്നെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. നമ്മുടെ ഏറ്റവും അയൽപക്കത്ത് കിടക്കുന്ന രാജ്യമാണല്ലോ. നമ്മൾ ചീനവലയും ചീനപ്പെട്ടും ചീന ഭരണിയും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചൈനീസ് ലിറ്ററേച്ചറോ എന്തോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരുകൾ കഥാപാത്രങ്ങളുടെ ചിൻസുങ്, ലിഞ്ചൻ, മോച്ചി, യൂനു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ളതാണെങ്കിലും ആ നാടകത്തിൻ്റെ ഒരു പോക്കിനും അതിൻ്റെ നാടകീയതയ്ക്കൊക്കെ നല്ലൊരു മലയാളിത്വം തോന്നിയിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് വിചാരിച്ചത്. ആ അഡാപ്റ്റേഷൻ ഒട്ടും തിയേറ്ററിന് പരിചയമില്ലാത്ത കുട്ടികളിൽ പരീക്ഷിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? ഇല്ല. ഞാൻ 8 മാസത്തെ റിഹേഴ്സലായിരുന്നു. അവർക്ക് വേറെ നാടകത്തിൻ്റെ ശീലങ്ങളോ ദുശീലങ്ങളോ ഒന്നും ഇല്ലാത്തത് കാരണമുള്ള ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ അതർവൈസ് അവർ മറ്റേ ആർട്ടിസ്റ്റാണ്. അത് കാരണം വളരെ സ്മൂത്തായിട്ട് പോയിരുന്നു. പിന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. നമുക്ക് അടുത്ത ഒരു പാട്ട് കൂടി കേൾക്കാം. ഏത് പാട്ടായിരിക്കും?
എങ്ങനെ നീ മറക്കുന്നുള്ള എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പാട്ടാണ്. നീലക്കുയിലിലെ ഈ ഭാസ്കരന്റെ അഖം വശാണ്. അതെ, എല്ലാ മലയാളികളുള്ളിടത്തോളം കാലം ആ ഒരു പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് എല്ലാവരും ഓർക്കും എന്ന് തോന്നുന്നു. നമുക്ക് ആ പാട്ട് കേൾക്കാം. നാടകം വളരെ ഗൗരവമായി കാണുന്നുള്ളത് തന്നെ അധ്യാപനത്തിലേക്ക് കടന്നു വരുന്നു. എങ്ങനെയാണ് പെർഫോമർ എന്നുള്ളതിൽ നിന്ന് മാറി അധ്യാപനം എന്നുള്ളത് തിരഞ്ഞെടുക്കണ? അവിടെ നമ്മൾ ജോലി അപ്ലൈ ചെയ്തു, കിട്ടി, അങ്ങനെ വന്നതാണ്. അധ്യാപനം കുറേ കുട്ടികളിലെ സ്റ്റുഡൻസിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മളും പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. ഈ പറഞ്ഞ മാതിരി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ വരുമ്പോൾ അവർ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ 3-4 കൊല്ലം അധ്യാപകരുടെ അടുത്തുനിന്ന് പഠിച്ചു, പിന്നൊക്കെ വിദ്യാർത്ഥികളുടെ അടുത്തു നിന്നാണ് പഠിച്ചത്. ഈ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ അഭിനയത്തിനെ വളരെ സൂക്ഷ്മതലത്തിൽ ഗൗരവമായി കാണുന്ന ഒരാളാണ്. അത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇത് പരിചയപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ എതിർപ്പുകൾ ഉണ്ടായേക്കാം. അതിൻ്റെ തിയോററ്റിക്കലായിട്ടുള്ളത് വരുമ്പോൾ അതിൽ ചർച്ചകളും വിമർശനങ്ങളും ഉണ്ടായിരിക്കും. ചെയ്തു വരുമ്പോൾ ആ അഭിനയ ശൈലിയോട് അങ്ങനെ എതിർപ്പ് കാര്യമായിട്ട് വരാൻ സാധ്യതകളില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. അഭിനയ ശൈലിയെപ്പറ്റി ഗൗരവമായിട്ട് ചിന്തിക്കൽ തന്നെ ഇല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ. പിന്നെ എങ്ങനെ വിമർശനം ഉണ്ടാവണേ? അഭിനയ ശൈലി എന്ന് പറഞ്ഞാൽ അത് അത്ര ചിന്തിക്കാനുള്ളതും നിരൂപണം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾക്ക് മുന്നിൽ വയ്ക്കുന്ന ചില മാതൃകകൾ പ്രത്യേകിച്ച് സിനിമയിൽ നിന്നായിരിക്കും മിക്കവാറും. അത് വളരെ പോപ്പുലർ മീഡിയം ആയതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്നുള്ള ആക്ടേഴ്സിൻ്റെ രീതികൾ വെച്ചിട്ടായിരിക്കും നമ്മളുടെ മുന്നിൽ ഉദാഹരണങ്ങൾ സെറ്റ് ചെയ്യപ്പെടുക. ഇത് ആക്ടിങ്ങിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന പുതിയ തലമുറയ്ക്ക് പലപ്പോഴും മിസ്ഗൈഡ് ചെയ്ത് പോകാറില്ലേ? ഈ അനുകരണം ആണ് പ്രധാനപ്പെട്ട ഒരു കല എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അത് കുട്ടികളെയൊക്കെ തന്നെ മമ്മൂട്ടിയെ ഇമിറ്റേറ്റ് ചെയ്യണം, മോഹൻലാലിനെ പാരൻസ് കാണിച്ചു കൊടുക്കണം, ഇതാ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മിമിക്രിക്കൊരു വല്ലാത്ത സ്വാധീനം ഉണ്ടല്ലോ. മിമിക്രി എന്ന് പറഞ്ഞാൽ തന്നെ അത് സിനിമാ നടന്മാരെ അനുകരിക്കലാണ് എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. അതിന് വേറെ എന്തൊക്കെയോ സാധ്യതകളുണ്ടെന്ന് തോന്നുന്നു ആ കലാരൂപത്തിന്. പക്ഷെ ഒരു സീരിയസ് ആയിട്ട് അഭിനയത്തിലേക്ക് വരുമ്പോഴേക്കും ഈ ബോധമൊക്കെ പോയി പോകുന്നതായിട്ടാണ് കാണാറ്. തുടക്കത്തിൽ ചിലപ്പോൾ ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടാവാം. ഇപ്പോൾ പുതിയ ആക്ടേഴ്സിൽ പലരും തന്നെ വളരെ ഗൗരവമായി വർക്ക്ഷോപ്പുകൾ എടുക്കാൻ തയ്യാറാവുന്നു ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട്. അത്തരത്തിലൊരു ട്രെൻഡിലേക്ക് മലയാള സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ARM എന്ന് പറയുന്നൊരു സിനിമ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മെയിൻ സ്ട്രീം ആക്ടറാണെങ്കിൽ കൂടി ടൊവിനോ അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു രീതി മലയാള സിനിമയിലേക്ക് വരുന്നത് തികച്ചും നല്ലൊരു സൂചനയല്ലേ? എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് സുരഭിയൊക്കെ വളരെ ഇൻറ്റൻസായിട്ട് വർക്ക് ചെയ്യും. അത് ഒരു കോഴ്സൊന്നുമല്ല. സുരഭി ഏത് ക്യാരക്ടർ കിട്ടിയാലും അതിൻ്റെ ഏറ്റവും ഇന്നർ ലെവലിലേക്ക് പോകണം ഞാൻ കണ്ടിട്ടുണ്ട്. അതേമാതിരി ഇനി വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. സുരഭിയുടെ എനിക്കറിയാം, എൻ്റെ സ്റ്റുഡൻ്റ് ആയത് കാരണം. അത് പെർഫോമൻസിലും വ്യത്യാസമുണ്ട് അതിൻ്റെ. തീർച്ചയായിട്ടും ഈ സിനിമയിൽ തന്നെ ഒരു യൗവനകാലവും വാർദ്ധക്യവും ഒക്കെ വളരെ മനോഹരമായി തന്നെ സുരഭി അവതരിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ട് തോന്നുന്നു പല കുട്ടികളും. ഞാൻ തന്നെ എൻ്റെ സ്റ്റുഡൻസ് പലരും, ഇപ്പോൾ ധന്യ, അവരൊക്കെ നല്ലോണം വർക്ക് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. നമുക്ക് ഒരു പാട്ടുകൂടി കേട്ടാലോ? 1000 പാദസരങ്ങൾ ഇല്ലിങ്ങി. ആകാശവാണി ഒരിക്കലൊരു മത്സരം നടത്തിയപ്പോൾ ശ്രോതാക്കൾ തന്നെ മികച്ച ഗാനമായി തിരഞ്ഞെടുത്ത ഒരു പാട്ട്, വയലാർ ദേവരാജൻ, യേശുദാസ്. നമുക്ക് പാട്ട് കേൾക്കാം. വളരെ തിരക്കിനിടയിൽ നിന്ന് ഒരു വർക്ക്ഷോപ്പ് കഴിഞ്ഞുള്ള ഒരു ആലസ്യത്തിൽ നിന്ന് താങ്കളെ പിടിച്ചിരുത്തി ഇത്രയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് അവസാനിപ്പിക്കുമ്പോൾ ഈ ഫേസ്ബുക്കിലെ പേജിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള 2 കഥാപാത്രങ്ങളുടെ ആണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുക. ആ കഥാപാത്രങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും? ബീഗം പണിക്കർ എന്നുള്ള റോൾ അത് നാടകത്തിൻ്റെ ആണ്. ബീഗം വാർവേ എന്ന് പറഞ്ഞിട്ടുള്ള മറാത്തി നാടകത്തിൻ്റെ അഡാപ്റ്റേഷനാണ്. മറ്റേ പ്രോസ്പെറോ ആണെന്ന് തോന്നുന്നു ടെമ്പസ്റ്റിൽ ചെയ്തത്. അത് ഒന്ന് വളരെ ഫെമിനൈനായിട്ടുള്ള സ്ത്രീ വേഷക്കാരൻ്റെ ഒരു ഇതാണ്. മറ്റേത് ഒരു കൊളോണിയലിസ്റ്റ്, ഒരു ഐലൻഡ് പിടിച്ചെടുക്കുന്ന ഒരു, അത് രണ്ടാണെന്ന് തോന്നുന്നു. അതെ, ബേഗം പണിക്കറിൻ്റെ അറ്റയർ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു? അതിൻ്റെ ഡയറക്ടർ കുമാരവർമ്മയാണ്.
അദ്ദേഹം ഈ പറഞ്ഞ മാതിരിയാണ്, വെറുതെ നാടകം ഇങ്ങനെ എറിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല. എല്ലാം വളരെ വെൽ ആർഗ്യൂഡ് ആയിരിക്കും. ഡിസൈൻ എന്തുകൊണ്ട് ഇങ്ങനെ, അഭിനയം എന്തുകൊണ്ട് ഇങ്ങനെ, അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടി തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഏരിയ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഡിസൈനിലാണ് സാധനം കിടക്കുന്നത്. മലയാളത്തിലെ ശരിക്കും സംവിധായകൻ എന്ന് പറയുന്ന രീതിയിൽ ആദ്യമായിട്ട് നാടകത്തിൽ ആ പൂർണ്ണ അർത്ഥത്തിൽ ഒട്ടിച്ചു തുടങ്ങിയത് അദ്ദേഹമാണ്. എന്തിനായാലും ബേഗം പണിക്കരെ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ താങ്കൾക്ക് ചെയ്യാനാവട്ടെ. ഒപ്പം താങ്കളുടെ കളരിയിൽ നിന്ന് വളരെ മിടുക്കരായിട്ടുള്ള കലാകാരന്മാർ കേരളത്തിനുണ്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. ചലച്ചിത്ര നാടക നടൻ രമേശ് വർമ്മ അതിഥിയായി പങ്കെടുത്ത ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.